കൂടുതൽ എൻട്രൻസ് സംബന്ധമായ ലേറ്റസ്റ്റ് വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക. റാങ്ക് പ്രഡിക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള യൂണിവേഴ്സിറ്റി അവരുടെ ബിടെക് ഫൈനൽ ഇയർ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 128 കോളേജാണ് കേരളത്തിൽ ടോട്ടൽ കേരള യൂണിവേഴ്സിറ്റി അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 26 എണ്ണത്തിലും പാസ് പെർസെൻറ്റേജ് 25% താഴെയാണ്. ഇതിൽ തന്നെ 6 കോളേജുകളിൽ 10% താഴെയാണ് വിജയം. പിന്നെ ഒരു കോളേജിൽ സമ്പൂർണ്ണ പരാജയമാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം ഫൈനൽ ഇയർ മൊത്തത്തിൽ വിജയ ശതമാനം 53.03 ആണ്. ഇത് ഒരു ഓൺലൈൻ ന്യൂസിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജിനും ചൂസ് ചെയ്യുന്ന ബ്രാഞ്ചിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാൻ. ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ ക്വാളിഫൈ ആയിട്ടില്ല. കീം 2024 ഒരു ഏകദേശ റാങ്ക് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച പെർസെൻറ്റേജ് കൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് മാർക്കും പെർസെൻറ്റേജിലും വന്നിരിക്കുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. ഏകദേശം 46 മാർക്കിനാണ് 50% ലഭിച്ചിരിക്കുന്നത്. അതായത് 50% വിദ്യാർത്ഥികളും 46 മാർക്കിന് താഴെ. ഏകദേശം 73 മാർക്കിന് 75% റേഞ്ചിനാണ് ലഭിച്ചിരിക്കുന്നത്. 117 മാർക്സിന് 90% റേഞ്ചിലാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്നത് റാങ്ക് കാൽക്കുലേഷന് വേണ്ടിയുള്ള ഒരു റഫ് എക്സാമ്പിളാണ്. ഇത് എക്സാക്ട്ലി ആക്യുറേറ്റ് ആയിരിക്കത്തില്ല, പക്ഷെ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 90% ലഭിച്ച ഒരു വിദ്യാർത്ഥിയുടെ റാങ്കാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 100 മൈനസ് 90 നമുക്ക് 10 ലഭിക്കും. 10 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 50,000. 50,000 ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സ്റ്റുഡൻസ് ആണ്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. കാര്യം കുറേ സ്റ്റുഡൻസ് ക്വാളിഫൈ ആയിട്ടില്ല, കീം ക്വാളിഫൈ ആയിട്ടില്ല. സോ അതിൻ്റെ മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാവും. സോ റഫ്ലി നമുക്ക് കീമിൻ്റെ മാർക്ക് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു 5,000 റാങ്ക് ലഭിക്കും. സോ പ്ലസ് ടുവിനും അത്യാവശ്യം നല്ല മാർക്ക് ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് 5,000 മുകളിലായിരിക്കും റാങ്ക് വരാൻ സാധ്യത. കാര്യം 50,000 ആയിരിക്കത്തില്ല ടോട്ടൽ സ്റ്റുഡൻസ് വരുന്നത്. ഈ റാങ്ക് കാൽക്കുലേഷനിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് കീമിന് നല്ല പെർസെൻറ്റേജ് ഉള്ളൊരു സ്റ്റുഡൻറ്റിന് പ്ലസ് ടുവിനും നല്ല മാർക്ക് ഉണ്ടെന്നാണ്. അതിൽ കുറവ് മാർക്കുള്ളവരാണെങ്കിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. വീഡിയോയുടെ താഴെ നിങ്ങളുടെ മാർക്കും പെർസെൻറ്റേജിലും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു റഫ് പ്രെഡിക്റ്റഡ് റാങ്ക് എനിക്ക് പറയാൻ പറ്റും. കൂടുതൽ എൻട്രൻസ് സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.